ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം PSC ടോക്സിന്റെ ഇന്നത്തെ ലൈവ് ക്ലാസ്സിലേക്ക്. ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുഹൃത്തുക്കളെ, പരാജയപ്പെടാതിരിക്കാനുള്ള എളുപ്പമാർഗം എന്താണ്? വിജയിക്കണം എന്ന് നിശ്ചയിക്കുക തന്നെയാണ്. വിജയിക്കണമെന്ന ദൃഢനിശ്ചയവുമായി PSC ടോക്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എല്ലാം നിരന്തരം കണ്ടുകൊണ്ട് ഓരോ ദിവസവും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി PSC ടോക്സിനോടൊപ്പം മുന്നോട്ട് പോവുക. വിജയം ഉറപ്പ്. സുഹൃത്തുക്കളെ, പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, വെല്ലുവിളികളെ അവസരങ്ങളായി ഏറ്റെടുക്കുക, സ്വപ്നങ്ങൾക്ക് തിളക്കം കെട്ടുപോകാതെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ വിജയത്തിലേക്ക് എത്തും. എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സായം സന്ധ്യയിൽ ഏവരെയും സ്നേഹപൂർവ്വം PSC ടോക്സിന്റെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആരംഭിക്കാം. അപ്പോ കൃഷ്ണ, ആർദ്ര, മണി, ശ്രീജ, സൂര്യ, അൻവിയ, അതുപോലെ തന്നെ ദീപ, ഇങ്ങനെ പോകുന്നു നമ്മുടെ സുഹൃത്തുക്കള്. ഞാൻ പെട്ടെന്ന് അലീന, പെട്ടെന്ന് കണ്ട പേരുകൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ പുതിയ പുതിയ സുഹൃത്തുക്കള് വന്നുകൊണ്ടേയിരിക്കുന്നു. പഴയ സുഹൃത്തുക്കള് നിലവിലുണ്ട്. എല്ലാവർക്കും, പഴയ സുഹൃത്തുക്കൾക്കും പുതിയ സുഹൃത്തുക്കൾക്കും എല്ലാം സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, നമ്മള് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന 10ാം ക്ലാസ് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുകയായിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന്. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ ആണോ? ആരംഭിക്കാം നമുക്ക്. ഓക്കെ ആണോടോ? ഫൗസിയ, ഓക്കെ, പ്രഭു, എല്ലാവരും ഉണ്ട് അല്ലെ? ആതിര, എല്ലാവരും ഉണ്ട്. മായ, എല്ലാവരും ഓക്കെ. അപ്പോ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിൽ ഓക്കെ ആണ്, എല്ലാവരും റെഡിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു ടോപ്പിക് ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ടോപ്പിക്. പക്ഷെ ആ മനുഷ്യാവകാശ കമ്മീഷൻ തികച്ചും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ആ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തിയാര്? താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തിയാര്? ഇതാണ് ചോദ്യം. നിങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്തത് ആരൊക്കെയാണെന്ന് അന്വേഷിച്ചു പോകേണ്ടതില്ല. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് പോയാൽ കോടിക്കണക്കിന് ആൾക്കാരുടെ പേര് പറയേണ്ടി വരും. എന്റെയും നിങ്ങളുടെയും ഒക്കെ പേര് പറയേണ്ടി വരും. നമ്മളാരും അതിന്റെ അധ്യക്ഷനായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയല്ല അന്വേഷിച്ച് പോകേണ്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നാളിതുവരെ എത്ര ചെയർമാൻമാരുണ്ടായിരുന്നു, അവരാരൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടില്ലേ? അപ്പൊ ആദ്യം നമുക്ക് അത് നോക്കാം. ദേശീയ ഇവിടെ ഞാൻ ഓപ്ഷൻ ഒന്നും പറഞ്ഞില്ല, എങ്കിലും ഫൗസിയ പിന്നെ അതിന്റെ ഓപ്ഷൻ വെച്ചുകൊണ്ട് D എന്ന് ഉത്തരം പറഞ്ഞു. അതിലേക്ക് വരാം. നമുക്ക് നോക്കൂ, ഞാൻ പറഞ്ഞത് നമ്മള് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം, ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്തത് ആര് എന്ന് പഠിക്കണ്ട. വഹിച്ചിട്ടുള്ളവരാര് എന്ന് പഠിച്ചാൽ അതിൽ ഉൾപ്പെടാത്ത ആര് വന്നാലും നമുക്ക് ഉത്തരം എഴുതാം. അല്ലാതെ വഹിച്ചിട്ടില്ലാത്ത ആരെന്ന് ഓപ്ഷനിൽ കിടക്കുന്നത് കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ ഇതേ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം അതായിരിക്കണമെന്നില്ല, വേറെ ആളുടെ പേരായിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര ചെയർമാൻമാരുണ്ടായിട്ടുണ്ട്? ഇപ്പോ എത്ര ചെയർമാൻമാർ, നാളിതുവരെ എത്ര ചെയർമാൻമാരുണ്ടായിട്ടുണ്ട്? അതാദ്യം ഒന്ന് പറഞ്ഞോളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നാളിതുവരെ എത്ര ചെയർമാൻമാരുണ്ടായിട്ടുണ്ട്? എനിക്ക് ആദ്യം ഒന്ന് എണ്ണം പറഞ്ഞു തന്നെ. എത്ര ചെയർമാൻമാരുണ്ടായിരുന്നു? പറയടോ, പെട്ടെന്നൊന്ന് പറഞ്ഞേ, നോക്കട്ടെ പറയുന്നത് കറക്റ്റ് ആണോ എന്ന്. ഭൈരവി ചോദിക്കുന്നു 8 ആണോ എന്ന്. പ്രവീൺ ദാസ് പറയുന്നു 9 എന്ന് പറയുന്നു. ഫൗസിയ, രജനി, പ്രിയ, പ്രിയ കൂടി, ഇവരെല്ലാരും പറയുന്നത്, മണി പറയുന്നത് 8 ആണ് എന്ന്. അനുഷ പറയുന്നു 9 ആണെന്ന്. ഓക്കെ. പ്രഭുവും 9 എന്ന് പറയുന്നു.
അപ്പോ ആ 9 എന്ന് പറഞ്ഞ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ 8 ചെയർമാൻമാരെ പേര് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരാളുടെ പേരുകൂടി എനിക്ക് പറഞ്ഞു തരണം. എന്റെ അറിവിൽ 8 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരാണോ ഒമ്പതാമൻ എന്നെന്ന് എന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു കേട്ടോ. അപ്പൊ 9 എന്ന് പറഞ്ഞവരെ ഞാൻ വിടില്ല, പിടികൂടും. രജിത്തെ കാത്തിരുന്നോ, 8 കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു കൊടുക്കുക 9ാമത്തത് ആരാണെന്ന് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം ഇനി. അപ്പൊ നിങ്ങളെ നോട്ടില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻമാർ എന്നൊരു ഹെഡിങ് എഴുതൂ. എന്നിട്ട് നമ്പർ ഇട്ട്, ഞാൻ വേണമെങ്കിൽ വരെ പീരീഡ് കൂടെ ചേർത്ത് പറയാം, ഏത് മുതൽ ഏത് വർഷം വരെയാണെന്ന് കൂടെ ചേർത്ത് നമുക്ക് പറഞ്ഞു പോകാം. ഇനി അത് വ്യക്തമായി പഠിച്ചു പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻമാർ എന്ന് ഹെഡിങ് കൊടുക്കുക. അലീന, ഹെഡിങ് കൊടുക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻമാർ എന്നെടുത്തിട്ട് 1. ഒന്നാമത്തെ ചെയർമാൻ ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ല. നമ്മൾ ഒരുപാട് തവണ ചോദ്യ പേപ്പറിൽ കണ്ട ചോദ്യമാണത്, നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് നോട്ട് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ നോട്ട് ചെയ്യാം. ഇപ്പൊ പേരുകളും അതുപോലെ അവരുടെ പീരീഡും മാത്രം പറഞ്ഞാൽ. ആദ്യം നിങ്ങൾക്കറിയാം രംഗനാഥ മിശ്ര. രംഗനാഥ മിശ്ര എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് ആ വർഷവും കൂടെ എഴുതുക. നിങ്ങൾക്കറിയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 അപ്പൊ 93 ഇദ്ദേഹം ആദ്യ വർഷം. 93 മുതല് 3 വർഷം മാത്രമേ ഇദ്ദേഹം ചെയർമാൻ ആയിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 1993 മുതല് 1996 വരെ. 1996. അപ്പോ അതൊന്ന് ക്ലോസ് ചെയ്തരെ. കിട്ടിയോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനായി രംഗനാഥ മിശ്ര 1993 മുതൽ 1996 വരെ. രണ്ടാമൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്തെ ആള് എം.എൻ. വെങ്കട ചെല്ലയ്യ. എം.എൻ. വെങ്കട ചെല്ലയ്യ. ഞാൻ ബോർഡിൽ എഴുതുന്നത് പുതിയ സുഹൃത്തുക്കൾ ഒക്കെ ഒന്ന് കുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എം.എൻ. വെങ്കട ചെല്ലയ്യ. അത് ഏത് മുതലാണ്? അദ്ദേഹവും 3 വർഷമായിരുന്നു. 1996 മുതല് 1999 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ പീരീഡ്. വ്യക്തമായിട്ട് പറഞ്ഞു പോവുക. എന്താണ് അവിടെ? മുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ ജിൻസി, പറയുന്നതേ ഉള്ളൂ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. പുതിയ വന്നവരൊക്കെ ആശങ്കപ്പെടേണ്ട, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മൂന്നാമത്തെയാണ്, നോക്കൂ, രംഗനാഥ മിശ്ര, എം.എൻ. വെങ്കട ചെല്ലയ്യ. മൂന്നാമത്തെ ആള് ഞാനൊരു ക്ലൂ തരാം. നമ്മൾ മുമ്പ് പഠിച്ച മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഓർമ്മയുണ്ടോ? നമ്മൾ മൗലിക കടമകൾ പഠിച്ചപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു. ചില മൗലിക കടമകളുടെ അല്ലെങ്കിൽ ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കുന്നതിന് 1999 നിയമിക്കപ്പെട്ട ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, വർമ്മ കമ്മീഷൻ. ആ ജെ.എസ്. വർമ്മയാണ് മൂന്നാമത്തെ ചെയർമാൻ. എഴുതി കേട്ടോ, ജെ.എസ്. വർമ്മ. ജെ.എസ്. വർമ്മ. ഇദ്ദേഹത്തിന്റെ പീരീഡ് എത്രയാണെന്ന് അറിയാമോ? 99 മുതല് 2003 വരെ. 1999 മുതൽ 2003 വരെയാണ് ഇദ്ദേഹത്തിന്റെ പീരീഡ്. കിട്ടിയോ? ജെ.എസ്. വർമ്മ. 3 പേരായി. അടുത്ത നാലാമൻ എ.എസ്. ആനന്ദ്. നാലാമത്തെ ആള് എ.എസ്. ആനന്ദ്. എ.എസ്. ആനന്ദിന്റെ പീരീഡ് എന്ന് പറയുന്നത് 2003 മുതൽ 2006 വരെ. 2003 മുതൽ 2006 വരെയാണ് എ.എസ്. ആനന്ദ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പം മിക്കവാറും ഉള്ള എല്ലാവരുടെയും കാലയളവ് 3 വർഷമായിട്ടാണ് വരുന്നത്. അപ്പോൾ തെറ്റിദ്ധരിച്ചു കളയരുത്. 3 വർഷം ആയിരുന്നില്ല മുമ്പ്.
മുമ്പ് 5 വർഷമായിരുന്നു. 5 വർഷമോ 70 വയസ്സോ. അപ്പൊ എന്തായിരിക്കാം ഇവിടെ സംഭവിച്ചത്? 70 വയസ്സായി. ഇവർ ഈ 2 or 3 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ 70 വയസ്സായി പോയി. അതുകൊണ്ടാണ് അവിടെ പീരീഡ് നിന്നത്. ഇനി 5 വർഷവും തുടർച്ചയായിട്ട് വന്ന ആളിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ ഇത് എന്തായി? 4. ഇനി 5-മൻ ആരാണ്? എസ് രാജേന്ദ്ര ബാബു. 5-മൻ എസ് രാജേന്ദ്ര ബാബു. എസ് രാജേന്ദ്ര ബാബു ആ പീരീഡ് ഒന്ന് പറയാമോടോ? 2007 ആണ്. 2007 മുതല് 2009 വരെ 2 വർഷമേ ഉണ്ടായിരുന്നു കേട്ടോ. 2009 വരെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പീരീഡ്. കിട്ടിയോടോ? ഇത്രയും കിട്ടിയോ? രാജേന്ദ്ര ബാബു. ഇനി 6-മൻ നമ്മുടെ ആളാണ്, മറക്കരുത്. 6-മൻ ഞാൻ ഇങ്ങോട്ട് എഴുതാം, കാണാമല്ലോ. 6-മൻ ആരാടോ? നമ്മുടെ സ്വന്തം ആള് KG ബാലകൃഷ്ണൻ. KG ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ വ്യക്തിയാണ്. 2010 മുതല് 2015 വരെ 5 വർഷവും. അങ്ങനെ ഒരാൾ കൂടി ഉണ്ട്, HL ദത്തു. അതിലേക്ക് വരാം. 2010 മുതല് 2015 വരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിരുന്ന ആളാണ് KG ബാലകൃഷ്ണൻ. 6 പേരായി. 7-മൻ നിങ്ങൾക്കറിയാം, HL ദത്തു. HL ദത്തു ഇതുപോലെയാണ്. 2016 മുതൽ 2021 വരെ 5 വർഷം. 2016 മുതല് 2021 വരെ HL ദത്തുവാണ്. ഇനി ഒരാൾ ലാസ്റ്റ് നമ്മുടെ നിലവിലെ ആള് ആരാണ്? അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്ര നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ചാർജ് എടുത്തത്. എന്ന് പറയുമ്പോ 2021, വേണമെങ്കിൽ ആ മാസം കൂടെ പറയുക, ജൂൺ മാസം 2-ാം തീയതി. 2021 ജൂൺ മാസം 2-ാം തീയതി. ഇവിടെ ഏത് വരെ എന്ന് നമുക്ക് പറയാൻ പറ്റൂല, അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് എഴുതിയ കഴിഞ്ഞ, ശരിക്കും പറഞ്ഞാൽ കൃത്യമായി 1 വർഷമായി അല്ലേ. ഇപ്പം ജൂൺ മാസമല്ലേ ഇത്? അപ്പൊ 2022 ജൂൺ അല്ലേ? അപ്പൊ 2021 ജൂണിലാണ് ഇദ്ദേഹം ചെയർമാനായി മാറിയത്. 8 പേരെയും കിട്ടിയോ പേര്? ഇനി ഈ പേരിനോടൊപ്പം 1-2 കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അത് ഞാൻ പറയാൻ പോവാണ്. 8 പേര് കിട്ടിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? 8 പേരുടെ പേര് കിട്ടിയോ? കിട്ടിക്കഴിഞ്ഞോ? എല്ലാരെയും പേര് കിട്ടിയോ? ഇനി നമ്മുടെ 9 എന്ന് പറഞ്ഞ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, 9-മന്റെ പേര് പെട്ടെന്ന് പറയുക. നിങ്ങളാണ് പറഞ്ഞത് 9 പേരുണ്ടെന്ന്. 9-മന്റെ പേര് എനിക്കിപ്പൊ കിട്ടണം. പറയാമോ? ഓക്കെ, കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത്രയും നിങ്ങൾ നോട്ട് എഴുതിയല്ലോ. ഇനി ഈ പേരിന്റെ അടുത്ത് അതിൽ കൂടെ തന്നെ 1-2 കാര്യങ്ങൾ കുറിച്ച് വയ്ക്കണം. സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ആദ്യ 1 എന്ന് എഴുതിയിട്ട് രംഗനാഥ മിശ്ര എന്ന് എഴുതിയിട്ട് ആദ്യ ചെയർമാൻ എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ എഴുതണം, ബ്രാക്കറ്റിൽ പ്രഥമ ചെയർമാൻ എന്ന് എഴുതണം. കാരണം അത് ഓർക്കൂല, ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ബ്രാക്കറ്റിൽ പ്രഥമ ചെയർമാൻ. അതുപോലെ തന്നെ 2-മത്തെ MN വെങ്കട ചെല്ലയ്യ എന്ന് എഴുതിയതിന്റെ ബ്രാക്കറ്റിൽ അവിടെ എവിടെയെങ്കിലും 2-മത്തെ ചെയർമാൻ. ഇത് രണ്ടും നിർബന്ധമായിട്ട് എഴുതി വെക്കണം. അപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വരും, PSCയുടെ പ്രധാന ചോദ്യങ്ങളാണെന്ന് ഓർമ്മ വരും. അത് 2 എഴുതി. ഇനി ഇവിടെ നിന്ന് ഒന്നും എഴുതണ്ട. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ എഴുതണം, മലയാളിയായ ആദ്യ ചെയർമാൻ KG ബാലകൃഷ്ണന്റെ പേരിന്റെ അടുത്ത് എഴുതി വെക്കണം. രാജീവേ, കാലാവധി 3 വർഷമാക്കിയത് ഏത് വർഷം? 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം 2019. മറന്നുപോലെ, കാലാവധി മാറ്റിയത് 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം കുറെ ചേഞ്ചസ് വന്നല്ലോ. ചെയർമാന്റെ യോഗ്യതയിൽ മാറ്റം വന്നു, കാലാവധിയിൽ മാറ്റം വന്നു, അംഗസംഖ്യയിൽ മാറ്റം വന്നു, എക്സ് ഒഫിഷ്യോ അംഗങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വന്നു,
ആസ്ഥാന മന്ദിരത്തിൽ മാറ്റം വന്നു. നിരവധി മാറ്റങ്ങളാ വന്നത്. അതിൽ ഒരു മാറ്റമാണ് കാലാവധി മാറ്റം. 5 എന്നുള്ളത് 3 വർഷമായി കുറച്ചത്. 2019 കേട്ടോ. ഓക്കെ. ആതിര എന്താണ് പറഞ്ഞത്? ആതിര ഏതാണ് ഒൺസുമോർ എന്ന് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. ഈ പേരുകളാണോ? ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര. അതിന്റെ ബ്രാക്കറ്റിൽ ആദ്യ ചെയർമാൻ എന്നോ പ്രഥമ ചെയർമാൻ എന്നോ എഴുതിയിടണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കരുത് ഒന്നേന്ന് എഴുതിയിട്ട് പിന്നെ ആദ്യ ചെയർമാൻ എന്ന് എഴുതുന്നത് എന്തിനാണെന്ന്. അത് സ്ഥിരം ചോദ്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് എഴുതണമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കൂല. ആ ചോദ്യം ചോദിക്കും എന്നതിന്റെ തെളിവാണ് പ്രഥമ ചെയർമാൻ. ഇവിടെയും നിരന്തരം ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് വെങ്കട ചെല്ലയ്യ എന്നെഴുതിയതിന്റെ ബ്രാക്കറ്റില് രണ്ടാമത്തെ ചെയർമാൻ എന്നെഴുതിയിടണം. ഇവിടെ വന്നിട്ട് മലയാളിയായ ആദ്യ ചെയർമാൻ എന്ന് ബാലകൃഷ്ണന്റെ പേരിന്റെ അവിടെ എഴുതണം. ഇനി അരുൺകുമാർ മിശ്രയുടെ പേരിനടുത്ത് നിലവിലെ ചെയർമാൻ എന്നെഴുതിയിടണം. ഇതാണ് ഞാൻ പറഞ്ഞത്. അതും കൂടെ എഴുതിയിട്ട ഇത് ഓക്കെ ആയില്ലേടോ? ഇതിൽ ഇനി സംശയം ഉണ്ടോ? ക്ലിയർ ആയില്ലേ? നിലവിലെ വിവരാവകാശ ചെയർമാൻ ആര് ഞാൻ പറഞ്ഞില്ലേടോ? യശ്വർദ്ധൻ കുമാർ സിൻഹ. അതിലേക്ക് വരാം. നമുക്ക് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഓർമ്മിപ്പിക്കാം. മായ്ക്കാമോ? എഴുതി കഴിഞ്ഞോ നിങ്ങൾക്ക്? യെസ്, ഓക്കെ. അപ്പോൾ ഇനി ഒരു കാരണവശാലും നിങ്ങൾ ഈ പേരിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുക. അതാണ് അംഗമല്ലാത്ത, ചെയർമാൻ അല്ലാതിരുന്നത്. ഇവിടെ കൊടുത്തിരുന്ന ആൻസർ എന്തായിരുന്നു? നേരത്തെ ആരോടെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായിക് എന്നായിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ അതാണ് ഇതിവിടെ നമ്മൾ എവിടെയെങ്കിലും ആ ഒരു പേര് പറഞ്ഞോ? ജസ്റ്റിസ് ഗോപാൽ വല്ലഭ പട്നായിക് എന്നൊരു പേര് നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതാണ് ചെയർമാൻ അല്ലാത്തത്. ചില സുഹൃത്തുക്കൾ ഒരു അബദ്ധം കാണിക്കും. എന്തെന്നറിയാമോ? ഈ പ്രീവിയസ് ചോദ്യ പേപ്പറിലെ ഉത്തരങ്ങൾ എവിടെന്നെങ്കിലും ആൻസർ കീ എടുത്ത് മാർക്ക് ചെയ്തിട്ട് കാണാതെ പഠിക്കുന്ന ശീലമുണ്ട് നമുക്ക്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഇങ്ങനെ പഠിക്കും: ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്തതാര്? ഉടനെ ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായിക്. പരീക്ഷയുടെ തലേദിവസം ഉറക്കൊളച്ചിരുന്ന് പഠിക്കുകയാണ് ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായിക്. പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ ചെന്നപ്പോ ചോദ്യ പേപ്പറിൽ അതേ ചോദ്യം. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആര്? താഴെ തന്നിരിക്കുന്നതിൽ. നമുക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇന്നലെ പഠിച്ചതാണ്. എന്ത് പഠിച്ചു? ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായിക്. അവിടെ പട്നായിക്കിനെ അന്വേഷിച്ചിട്ട് ആ പരിസരത്തേ ഇല്ല. ഓപ്ഷനില് വേറെ ആരുടെയെങ്കിലും പേരായിരിക്കും ഉള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യം പഠിക്കുമ്പോൾ ഈ ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ആൻസർ കീ മാർക്ക് ചെയ്തിട്ട് കാണാതെ പഠിച്ചു വെക്കരുത്. ശാസ്ത്രീയമായ പഠനം, ഇങ്ങനെയുള്ള ചോദ്യത്തിന്റെ ശാസ്ത്രീയമായ പഠനമാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ആ എത്ര പേരുണ്ടോ അവരുടെ പേരങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഈ പേരുകളൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതില്ല. മനസ്സിലായല്ലോ? ഈ പേരുകൾ കാണാതെ പഠിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഒരിക്കലും നിങ്ങളോട് ചോദിക്കൂല ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇതുവരെയുള്ള ചെയർമാൻമാർ ആരൊക്കെയാണെന്ന് ചോദിക്കൂല. ഇതിൽ ഉൾപ്പെട്ടതാര് ഉൾപ്പെടാത്തതാര് എന്നേ ചോദിക്കുള്ളൂ. അങ്ങനെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് 2-3 പ്രാവശ്യം വായിച്ചങ്ങ് വിട്ടേക്കുക, മനസ്സിൽ ഉറപ്പിച്ചങ്ങ് വിട്ടേക്കുക. എന്താണ്? മിഥുൻ എന്താണോ? നിങ്ങൾ പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ മതി. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒന്നുകൂടെ കാണുക കേട്ടോ. അപ്പൊ ഒരു പിന്നെ 5-ാമത്തെ ആളാണ് രാജേന്ദ്ര ബാബു. രാജേന്ദ്ര ബാബു 2007 മുതൽ 2009 വരെ. ഓക്കെ. അവിടെ പല സുഹൃത്തുക്കളും അതിവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ ആയോ? ഇനി അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് ഉടനെ പെട്ടെന്ന് നോക്കിയാൽ അത് കേട്ടോ. കുറച്ച് സമയത്ത് ഈ ക്ലാസ് കാണും, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഓക്കെ.
യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശ്രദ്ധിക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്ത കിടക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുമ്പോൾ ചോദ്യം ഇതായിരുന്നു: വിവരാവകാശ അപേക്ഷ നിരസിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ്. ഇത് ഞാൻ പറഞ്ഞതാണ്. വിവരാവകാശ അപേക്ഷ നിരസിക്കാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏത്? ഞാൻ പറഞ്ഞല്ലോ, വിവരാവകാശ അപേക്ഷ നിരസിക്കാൻ എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടാത്തത്, അഥവാ വിവരാവകാശ നിയമപ്രകാരം പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത വിവരങ്ങൾ അടങ്ങുന്ന 2 വകുപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? 8-ാം വകുപ്പും 9-ാം വകുപ്പും. ഞാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്, വിവരാവകാശ നിയമത്തിലെ 8, 9 വകുപ്പുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തേണ്ടതില്ല. അപ്പൊ ഇവിടെ 9 അല്ല ചോദിച്ചിരിക്കുന്നത്, ഇവിടെ 8 തന്നിട്ട് പിന്നെ 15 12 എന്നൊക്കെ വേറെ പലതും ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ 8-ന് പകരം 9 ആയിരിക്കും ആൻസർ ആയി വരുന്നത്. അപ്പോഴും നിങ്ങൾ ഒരു കാര്യം എഴുതി, ഒരു പോയിന്റ് എഴുതി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, ഒരു പോയിന്റ് എഴുതി വെച്ചോ. ഞാൻ പറയുന്ന ഒരു പോയിന്റ് അതുപോലെ ഒന്ന് എഴുതി വെച്ചോളൂ. എങ്ങനെ എഴുതി വെക്കും? വിവരാവകാശ നിയമത്തിലെ, എഴുതിക്കോളൂ, വിവരാവകാശ നിയമത്തിലെ 8-ഉം 9-ഉം വകുപ്പുകളിൽ പറയുന്ന, വിവരാവകാശ നിയമത്തിലെ 8-ഉം 9-ഉം വകുപ്പുകളിൽ പറയുന്ന വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തേണ്ടതില്ല. അതാണ്. അപ്പം ഈ 8, 9 പറയുന്ന വിവരങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ ആ വിവരാവകാശ അപേക്ഷ നിരസിക്കാം. അതാണ് ചോദ്യം. നിരസിക്കേണ്ട ചോദ്യം എന്തായിരുന്നു? അപേക്ഷ നിരസിക്കാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചോദ്യം എഴുതിക്കോളൂ, എഴുതി വെച്ചാലും മതി. വിവരാവകാശ അപേക്ഷ നിരസിക്കാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പുകൾ എന്നെഴുതിയിട്ട് 8, 9, അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിലെ 8, 9 വകുപ്പുകളിൽ പറയുന്ന വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തേണ്ടതില്ല. ഓക്കെ ആണോടോ? അത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ചോളുക. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണോ? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. അതൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അറിഞ്ഞുകൂടാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചു വെച്ചോളുക. ഭരണഘടനാ പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങള് വിവരാവകാശത്തിന്റെ പരിധിയിൽപ്പെടും. ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങള്, പാർലമെന്റോ നിയമസഭകളോ പാസാക്കുന്ന നിയമപ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങള് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങള്. ഇനി ഗവൺമെന്റിന്റെ വിജ്ഞാപന പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങള്, അടുത്ത സർക്കാരിന്റെ ധനസഹായം സ്വീകരിച്ചുകൊണ്ട് നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ, ഇവിടെ എല്ലാം ഈ നിയമം ബാധകമാണ്. നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയണമെങ്കിൽ ഞാൻ പറയാം, കുറിക്കണമെങ്കിൽ കുറിച്ചോടുക. നേരത്തെ കുറിച്ചിട്ടില്ലാത്തവര് ഒന്ന് കുറിച്ചെടുത്തോളുക. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥാപനങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുക, ഭരണഘടനാ പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഭരണഘടനാ പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ, ഒന്നുകൂടെ പറയാണ് പ്രവീൺ ദാസേ, ഒന്നുകൂടെ പറയാണ്. ഭരണഘടനാ പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ, പാർലമെന്റോ നിയമസഭകളോ പാസാക്കുന്ന നിയമപ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. കിട്ടിയോ? ഒന്നുകൂടി പറയണോ? അത് വലിയ സെന്റൻസ് ആയതുകൊണ്ടാണ് എല്ലാവരും ഒന്നുകൂടെ എന്ന് പറഞ്ഞത്. ഞാൻ പതുക്കെ പറയാം, കുറിച്ചെടുത്തോ. അപ്പൊ ചോദ്യം എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥാപനങ്ങളേവാ, പരിധിയിൽപ്പെടുന്ന സ്ഥാപനങ്ങളേവാ, ഭരണഘടനാ പ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങൾ. ഗായത്രി പറയാണ്, ഭരണഘടനാ പ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങൾ, പാർലമെന്റിലോ നിയമസഭയിലോ പാസാക്കുന്ന നിയമപ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അത്രയേ ഉള്ളൂ. കൃഷ്ണ എന്നൂടെ പറയല്ലേ, എഴുതിക്കോ. ഭരണഘടനാ പ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങൾ,
പാർലമെന്റോ നിയമസഭകളോ പാസാക്കുന്ന നിയമപ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. കിട്ടിയോ? പാർലമെന്റോ നിയമസഭകളോ പാസാക്കുന്ന നിയമപ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. കിട്ടിയോ? എഴുതി. ഓക്കെ. സർക്കാർ വിജ്ഞാപന പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. മൂന്നാമത്തെ കാറ്റഗറി, സർക്കാർ വിജ്ഞാപന പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. ഓക്കെയാണോ? സർക്കാർ വിജ്ഞാപന പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. ഇനി സർക്കാരിന്റെ ധനസഹായം സ്വീകരിച്ചുകൊണ്ട് നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. സർക്കാരിന്റെ ധനസഹായം സ്വീകരിച്ചുകൊണ്ട് നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. ഇവിടെ എല്ലാം വിവരാവകാശ നിയമം ബാധകമാണ്. ഭരണഘടനാ പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ, പാർലമെന്റോ നിയമസഭകളോ പാസാക്കുന്ന നിയമപ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ, സർക്കാർ വിജ്ഞാപന പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ, സർക്കാരിന്റെ ധനസഹായം സ്വീകരിച്ചുകൊണ്ട് നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. ഓക്കെയാണ്? കിട്ടിയില്ലടോ? സാവകാശമല്ലേ പറഞ്ഞത്? ഓക്കെ ഡൺ. ഓക്കെ. അപ്പൊ ഇവിടെയൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളില് വിവരാവകാശ നിയമം ബാധകമാണ്. ഇനി വിവരാവകാശ നിയമം ശരിക്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടാത്ത കാര്യങ്ങളേവ, സ്ഥാപനമല്ല ഞാൻ പറയുന്നത്, സ്ഥാപനത്തിലേക്ക് വരാം. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടാത്ത കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷിതത്വം, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന കാര്യങ്ങൾ. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷിതത്വം, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന കാര്യങ്ങൾ. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക വിവരം, ഒരു മിലിറ്ററി ആയി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് വിവരാവകാശ നിയമപ്രകാരം വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും തരില്ല, ഒരു കാരണവശാലും കിട്ടില്ല, അല്ലെ? അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമല്ലാത്തത്? രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷിതത്വം, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഇനി നോക്കൂ, ശാസ്ത്ര സാമ്പത്തിക കാര്യങ്ങൾ. രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും സാമ്പത്തികപരമായ കാര്യങ്ങളും ഏതെങ്കിലും പൗരന് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാൻ കഴിയില്ല. രാഷ്ട്രത്തിന്റെ ശാസ്ത്ര സാമ്പത്തിക കാര്യങ്ങൾ. ഇനി ഒന്നുകൂടെ നമുക്ക് പറഞ്ഞ് നിർത്താം. എന്താണ്? കോടതി വിലക്കുള്ള കാര്യങ്ങൾ. ചില കാര്യങ്ങൾ കോടതി ബാൻ ചെയ്തിരിക്കും, ആ വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തരുതെന്ന് കോടതി പറഞ്ഞിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് പുറത്തുവിട്ടാൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ കോടതി പറയും ഇത് ഒരു കാരണവശാലും ഇത്തരം വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന്. കോടതി വിലക്കുള്ള കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുവിടാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 8, 9 വകുപ്പുകളിൽ പറയുന്ന കാര്യങ്ങൾ. ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ടതില്ല. അപ്പം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നിരസിക്കാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ നിയമത്തിന്റെ വകുപ്പുകള് 8ഉം 9ഉം ഒക്കെയാണോടോ? വിവരാവകാശ നിയമ പ്രകാരമുള്ള അപേക്ഷ നിരസിക്കാൻ അല്ലെങ്കിൽ നിരസിക്കാൻ നിർദ്ദേശിക്കുന്ന വകുപ്പുകള് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 8, 9 വകുപ്പുകൾ. അവിടെയാണ് നമ്മൾ പറഞ്ഞത്. ജസീല, ഞാൻ പറഞ്ഞല്ലോടോ, അതായത് എന്താണ് നിരസിക്കാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ്? രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സുരക്ഷിതത്വം എന്നിവയെ ബാധിക്കുന്ന കാര്യങ്ങള്, ശാസ്ത്ര സാമ്പത്തിക കാര്യങ്ങള്, കോടതി വിലക്കുള്ള കാര്യങ്ങള്. ഇതൊന്നും നമുക്ക് പുറത്തുവിടാൻ കഴിയുകയില്ല. ഓക്കെയാണോടോ? യെസ്. ഇനി നോക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിവരാവകാശ നിയമപ്രകാരം ഏതൊക്കെ സ്ഥാപനങ്ങളുടെ വിവരങ്ങളാണ് പുറത്തുവിടാൻ പാടില്ലാത്തതെന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ്, അതുപോലെ തന്നെ കേന്ദ്ര
ആർമിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേവിയുമായി കേന്ദ്രത്തിലെ ആംഡ് ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും ആ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഈ പറഞ്ഞതിലെല്ലാം വന്നത് തന്നെയാണ്, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആ ചോദ്യം ഒന്ന് വിട്ടേക്കുക. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിച്ചു നോക്കാം. സെൻട്രൽ വിജിലൻസ് സെക്യൂരിറ്റി ഏജൻസി, BSF ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ്, ബോർഡർ റോഡുമായി ബന്ധപ്പെട്ട ഏജൻസി, ഇതിന്റെ ഒന്നും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകൂല കേട്ടോ, അത് വിട്ടേക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെയാണ്. തൽക്കാലം ഇത്രയും പഠിച്ചോളൂ. നമുക്കിനി ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ അത് എടുക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാം. നോക്കൂ, അടുത്തൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാവർക്കും അറിയാം. അതൊക്കെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഈ 8ാമത്തെ വകുപ്പ് ഇത് നിങ്ങൾ എഴുതിയിട്ടില്ലേടോ? അതന്നെ പ്രജിൻ, അതന്നെ ഇന്റലിജൻസ് ബ്യൂറോ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, അതൊക്കെ അതിനകത്ത് വരും. അതൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ സുരക്ഷയും അഖണ്ഡതയും ഐക്യവും ഒക്കെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതെല്ലാം അതിനകത്ത് വരും, അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ടതില്ല. ഓക്കെ ഇടോ, ഈ അന്ന് പരീക്ഷ എഴുതിയവർ ഇത് കറക്റ്റായിട്ട് എഴുതിയോ? 8ാമത്തെ വകുപ്പ് എഴുതിയോ? എത്ര പേര് എഴുതി? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ 8, 9 വകുപ്പുകളിൽ പറയുന്നതാണ് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. 8ാം തീയതി എഴുതിയവര് അത് കറക്റ്റ് ആക്കിയോ? നേരത്തെ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞല്ലോ ഞാനെല്ലാം എഴുതിയത് ഗായത്രിയാണെന്ന് തോന്നുന്നു. ഗായത്രി ഇല്ലേ? നേരത്തെ കണ്ടതാണല്ലോ. ഓക്കെ, യെസ്, പ്രവീൺ ദാസ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത വളരെ ഈസി ചോദ്യമാണ്, നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞ കാര്യമാണ്. ആ ചോദ്യം ഇതായിരുന്നു: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്, ഇത്രേ ചോദ്യമുള്ളൂ. സംസ്ഥാന മനുഷ്യാവകാശ സുഷ്മ 19-നാണ് എക്സാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, നന്നായി പഠിച്ചോളുക. അവിടെയൊക്കെ ഇത്തരം ചോദ്യങ്ങൾ വരും. അപ്പൊ നോക്കൂ, ഇപ്പൊ പറഞ്ഞ എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്. ചോദ്യം അത്രയേ ഉള്ളൂ. എന്തായിരുന്നു അതിന്റെ ഉത്തരം? അതില് എത്ര അംഗങ്ങളും ചെയർമാനും എത്ര അംഗങ്ങളും ചേർന്നതായിരുന്നു എന്നാണ് ചോദ്യം. ഫൗസിയ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ടോട്ടൽ 3 പേര്. പക്ഷെ അവിടെ ആൻസർ കൊടുത്തിരുന്നത് 1 ചെയർമാനും 2 അംഗങ്ങളും. നമ്മൾ പഠിച്ചതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1+2 എന്ന് നമ്മൾ പഠിച്ചു. അതായത് 3 അംഗങ്ങളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. 1 ചെയർമാനും 2 അംഗങ്ങളും. ഈ ചെയർമാനെയും 2 അംഗങ്ങളെയും, അതായത് ഈ 3 അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നതാരാണ്? പെട്ടെന്ന് പറഞ്ഞിടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആകെ ഒരു 5-6 ചോദ്യങ്ങളേ ഉള്ളൂ. അതിപ്പോ അങ്ങ് ക്ലിയർ ചെയ്ത് പോവുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് വെരി ഗുഡ്, ഗവർണർ. പക്ഷെ ബ്രാക്കറ്റിൽ ഒരു കാര്യം എഴുതണം, അവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാം രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രപതി. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ, അവരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, രാഷ്ട്രപതിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഡേറ്റ് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നടോ? പെട്ടെന്നൊന്ന് പറഞ്ഞേ, അറിയാവുന്നവര്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അത് മുതലൊന്ന് പറഞ്ഞേ. വെരി ഗുഡ് പ്രജിൻ, കൺഗ്രാറ്റുലേഷൻ. 1998 ഡിസംബർ മാസം 11. അപ്പൊ നോക്കണോ, നമ്മൾ ഈ ചോദ്യത്തെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആകെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു 5-6 ചോദ്യങ്ങളുണ്ട്. അതിപ്പോ തന്നെ ക്ലിയർ ചെയ്തോളുക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. 1 ചെയർമാനും 2 അംഗങ്ങളും ചേർന്നതാണ് കേരള സംസ്ഥാന അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്, പക്ഷെ ഇവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എങ്കിലും ഒരു ചോദ്യം ഇവിടെ, സംസ്ഥാന മനുഷ്യ, നമുക്ക് കേരളത്തെ ബേസ് ചെയ്ത് തന്നെ പറയാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് പറയാമോളൂ? ഞാൻ സ്പെസിഫിക് ആയിട്ടാണ് ചോദ്യം പറഞ്ഞത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന അഥവാ തെരഞ്ഞെടുക്കുന്ന, നിയമിക്കുന്നതാണ് ഗവർണർ,
തെരഞ്ഞെടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? സുഷ്മ, 3 അല്ല, അത് അംഗങ്ങളാണ് 3 പേര്. ആ കമ്മിറ്റിയിൽ കേരളമെന്ന് ഞാൻ എടുത്തു പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞുകൊള്ളുക. ആ കമ്മിറ്റിയിൽ 4 അംഗങ്ങളുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, CM ആണ്. CM ആണ് ആ കമ്മിറ്റിയുടെ ഹെഡ്. നിർബന്ധമായും പഠിക്കണം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ 4 അംഗങ്ങളുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് 4 പേര്. മുഖ്യമന്ത്രി, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഇത്രയും പറയും. 4 പേരായില്ലേ? CM, സ്പീക്കർ, ഹോം മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ്. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രചൻ, അത് തന്നെ നമ്മള് അവിടെ പഠിച്ച 2-2-2 എന്നൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ 2-2 എന്ന് ഓർത്താൽ മതി. സംസ്ഥാന മന്ത്രിസഭയിലെ 2 പ്രമുഖരായ മന്ത്രിമാരും, മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും. അടുത്ത 2 സംസ്ഥാന നിയമസഭയിലെ 2 പ്രമുഖര്. ആരൊക്കെ? സ്പീക്കറും പ്രതിപക്ഷ നേതാവും. ഓക്കെയാണോ? ഇത് കേരളത്തിന്റെ കാര്യം. എന്നിട്ട് വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇത് കേരളം പോലെയുള്ള ഏകമണ്ഡല സംവിധാനം നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തില്. ഇനി ചില സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സംവിധാനം ഉണ്ടായിരിക്കുമല്ലോ. ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഈ 4 പേർക്ക് പുറമെ, ഈ 4 പേരുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഈ 4 പേർക്ക് പുറമെ കൗൺസിലിലെ, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ചെയർമാനും കൗൺസിലിലെ പ്രതിപക്ഷ നേതാവും, അങ്ങനെ 2 പേരും കൂടി ഈ കമ്മിറ്റിയിൽ ഉണ്ടാകും. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ 6 അംഗങ്ങളായിരിക്കും ഈ കമ്മിറ്റിയിലുള്ളത്. ക്ലിയർ അല്ലയോടോ? CM 2 വകുപ്പും കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ ആ ഒരാള് മതി കേട്ടോ. പിന്നെ സജിത്തെ, അത് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ എടുത്തു നോക്കുമ്പോ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒന്നാണെങ്കിൽ ഒരാളെ മതി. അവിടെ 4 അംഗങ്ങൾ തന്നെ നിർബന്ധമൊന്നും വരില്ല. എങ്കിൽ നമ്മൾ CM-നെ 2 നമ്മൾ കൂട്ടും, മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും. അപ്പൊ അത് 2 ആയി. അങ്ങനെ കണക്കാക്കിയാൽ മതി കേട്ടോ. എങ്കിലും അത് അങ്ങനെ എടുത്താൽ മതി. അല്ലാതെ ഈ നമ്പർ വെക്കണമെന്നല്ല ഈ പറയുന്നത്. ഈ 4 പൊസിഷനിലുള്ള ആൾക്കാരാണ് ഇതിൽ അംഗങ്ങളാകുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ 2 പൊസിഷനിലും കൂടെ ഒരാളാണെങ്കിൽ ആ ഒരാൾ മതി. അവിടെ അപ്പൊ ആഭ്യന്തരമന്ത്രിയായി മുഖ്യമന്ത്രി ആയില്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ നോട്ട് ചെയ്താൽ മതി കേട്ടോ. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയായി. കാരണം അത് 2 ഒരാളാണെങ്കിൽ 2 ഒരാളുണ്ടല്ലോ അവിടെ. ആഭ്യന്തരമന്ത്രി ഉണ്ടോ? ഉണ്ട്. മുഖ്യമന്ത്രി ഉണ്ടോ? ഉണ്ട്. ഇനി സംസ്ഥാന നിയമസഭയിലെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ 4 തികയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരാളെ കൂടെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഈ 4 പോസ്റ്റിലാണ് ഇരിക്കുന്ന ആൾക്കാരാണ് അതിൽ അംഗങ്ങൾ എന്ന് പറഞ്ഞു കേട്ടോ. അത് നമ്മുടെ പോലെയുള്ള, കേരളം പോലെയുള്ള ഏകമണ്ഡല സംവിധാനമുള്ള, നിയമസഭ മാത്രമുള്ള സംസ്ഥാനങ്ങൾക്കാണ്. ഇനി നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളുണ്ടല്ലോ, നിയമസഭയും കൗൺസിലും സ്റ്റേറ്റ് കൗൺസിലും ഉണ്ട്. എങ്കിൽ ഈ 4 പേര് എന്തായാലും ഉണ്ടാവും, അതിന് മാറ്റമില്ല. അവിടെയും ഈ 4 പേരുണ്ടാവും. സംസ്ഥാന നിയമസഭയിൽ ഈ 4 പേരുണ്ടാകും. പിന്നെ കൗൺസിലിന്റെ ചെയർമാനും കൗൺസിലിന്റെ പ്രതിപക്ഷ നേതാവും കൂടി ഇതിൽ ഉൾപ്പെട്ട് അങ്ങനെ 6 പേരായിരിക്കും അവിടെ. അത് ഓർമ്മിച്ചു വെച്ചോളൂ കേട്ടോ. നല്ല ചോദ്യമാണ്. കാരണം ഇപ്പോഴത്തെ രീതിയിലുള്ള ചോദ്യങ്ങൾ അനുസരിച്ച് അതൊക്കെ എടുത്ത് ചോദിക്കാം. സാധാരണ അങ്ങനെയൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഇനി അങ്ങനെയൊക്കെ ചോദിക്കും. ദ്വിമണ്ഡല സംവിധാനം നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ മനുഷ്യാവകാശ കമ്മീഷന് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? എങ്കിൽ പറഞ്ഞുകൊള്ളുക, 6 അംഗങ്ങൾ. ഈ 4 പേരും പറഞ്ഞ് ആ കൗൺസിലെ ചെയർമാനും പ്രതിപക്ഷ നേതാവും. ഓക്കെ ആയോളൂ? ഇനി ക്ലിയർ ആയല്ലോ? അതിലിനി ആശയക്കുഴപ്പമില്ലല്ലോ? ഓക്കെയാണ്. ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ മണി, താങ്ക് യു. ഓക്കെ, അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. അത് ഹിസ്റ്ററിയിലെ ചോദ്യമാണെങ്കിലും നമ്മുടെ ടോപ്പിക്കിന്റെ ഏരിയയിൽ പെട്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം. നമ്മൾ ഇന്ത്യൻ ദേശീയത പഠിച്ചപ്പോൾ അതിനകത്ത് വന്നതാണ്. പക്ഷെ ചോദ്യം ഹിസ്റ്ററിയിലെയാണ്. എന്താണെന്നറിയാമോ ചോദ്യം?
ഇതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മൾ പഠിച്ചതല്ലേ അത്? നമ്മൾ ദേശീയ പതാക പഠിപ്പിച്ചപ്പം പറഞ്ഞ കാര്യമല്ലേ? അതുകൊണ്ട് ഞാൻ അത് പറയുന്നു. അപ്പൊ നിങ്ങൾ നമ്മുടെ ഈ ചോദ്യത്തിന്റെ അനുബന്ധ വിവരങ്ങളായി നമ്മൾ ആ ഇന്ത്യൻ ദേശീയതയിൽ പഠിച്ച ആ ഒരു 3-4 INC കമ്മിറ്റികളെ കുറിച്ച് കൂടി നമ്മളൊന്ന് പറയണം. ഇപ്പൊ ഈ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, ആ ചോദ്യം എഴുതണമെന്നില്ല, ഞാൻ ഇനി പറയുന്നത് എഴുതിയാൽ മതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം അത് തന്നെ എഴുതിക്കോളൂ. ഇങ്ങനെ 1929 ലാഹോർ സമ്മേളനം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും, ലാഹോർ സമ്മേളനം എന്ന് ഹെഡിങ് കൊടുത്തിട്ട് വർഷം എഴുതിയാലും മതി. അതാണ് കുറച്ചുകൂടെ നല്ലത്, പഠിക്കാൻ പറ്റുന്നത്. ലാഹോർ സമ്മേളനം, ലാഹോർ സമ്മേളനം 1929. ഇങ്ങനെ ഒരു ഹെഡിങ് ആദ്യം കൊടുക്കുക. ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് അത്യാവശ്യ പോയിന്റ്, നമ്മുടെ ടോപ്പിക്കിൽ ഒതുങ്ങുന്ന പോയിന്റ് മാത്രം ഞാൻ പറയാം. ഉടനെ നിങ്ങൾ താഴെ എഴുതുക അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അധ്യക്ഷൻ, അതാണ് ഇപ്പൊ ചോദിച്ചത്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഇനി ഈ ചോദ്യ പേപ്പറിൽ പലയിടത്തും ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനം. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നിർബന്ധമായിട്ട് കുറിച്ച് വയ്ക്കണം. അപ്പൊ 1929 ലാഹോർ സമ്മേളനം, അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അടുത്ത പോയിന്റ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനം. കഴിഞ്ഞ പ്രിലിമിനറിക്ക് ചോദിച്ചതാ, ഇപ്പൊ ചോദിച്ചത് അധ്യക്ഷൻ ആരാണ്. കഴിഞ്ഞ പ്രിലിമിനറിക്ക് ചോദിച്ചത് ഇതിന്റെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചു. അപ്പൊ എന്തെഴുതും? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് 29 ലാഹോർ സമ്മേളനം. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് ഒരു പോയിന്റ് എഴുതണമല്ലോ. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ INC സമ്മേളനം. അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ INC സമ്മേളനം. സിവിൽ ഒബീഡിയൻസ്. നമ്മുടെ ഭൈരവി, ഞാൻ വേറെ ഹിസ്റ്ററിയിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മുടെ ഈ ദേശീയതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിലുള്ള പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് പഠിച്ചു വെച്ചോളൂ. എല്ലാം ചോദ്യങ്ങളാണ്, ബാക്കിയൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചുകൊള്ളുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ലാഹോർ സമ്മേളനം 1929 എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതേണ്ട ഇപ്പോഴത്തെ ചോദ്യം, അത് ഞാൻ ചോദ്യം എഴുതേണ്ട. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അടുത്ത പോയിന്റ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INC സമ്മേളനം. അടുത്ത നിങ്ങൾ പറയേണ്ടത് ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ സമ്മേളനം. എന്നിട്ട് അടുത്ത ഒരു പോയിന്റ് ആയിട്ട് പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു. ഇത്ര എഴുതി വെച്ച് അത് അവസാനിപ്പിക്കും. പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു. എഴുതി കഴിഞ്ഞോടോ? അപ്പൊ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമായി കഴിഞ്ഞു. ഓക്കെ ആയോടോ? ക്ലിയർ ആയോ? ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ചോദ്യം, നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. അത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആയി എങ്കിൽ അടുത്തൊരു ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് 1911 കൽക്കട്ട സമ്മേളനം. അപ്പൊ എന്തെഴുതും? കൽക്കട്ട സമ്മേളനം. കൽക്കട്ട സമ്മേളനം ഒരുപാടുണ്ട്. അപ്പൊ വർഷം കൃത്യമായിട്ട് എഴുതുക. 1911. അടുത്ത അവിടെ 1-2 പോയിന്റ്. 1911 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ ആരടോ? ഇത് നെഹ്റു എന്ന് നിങ്ങൾക്കറിയാം. ഇത് BN ധർ. അധ്യക്ഷൻ ആരായിരുന്നു? BN ധർ ആയിരുന്നു അധ്യക്ഷൻ. BN ധർ. BN ധർ. ഇനി അവിടെ നിങ്ങൾ എന്തെഴുതും? അവിടെ എന്താ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം? ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം.
എഴുതിക്കോളൂ. നാഷണൽ ആന്തം, ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം. എഴുതി വെച്ചോളൂ. ദേശീയ ഗാനം അതെ ജനഗണമന. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം. ഇന്ത്യയുടെ ദേശീയ ഗാനം അഥവാ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം. എന്നിട്ട് തൊട്ട് താഴെ ആദ്യം ആലപിച്ചത് സരളാദേവി ചൗധുരാണി. അതുകൂടെ എഴുതി വെച്ചോളൂ. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സരളാദേവി ചൗധുരാണി എന്നുകൂടെ എഴുതി വെച്ചു. സരളാദേവി ചൗധുരാണി. ക്ലിയർ ആയോടോ? ക്ലിയർ ആയല്ലോ? ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ, നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ഇതിന്ന് ചോദ്യങ്ങൾ വരാം, ഇതിലൊരു 2-3 ചോദ്യങ്ങൾ ഈ പരീക്ഷകളിലെല്ലാം ഉണ്ടായി. ഇതും അതുപോലെ വരും, ശ്രദ്ധിക്കണം കേട്ടോ. കിട്ടിയോ? അത്ര എഴുതിയോ? അത്ര എഴുതിയോടോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഇനി കറാച്ചി സമ്മേളനം. ആയിരത്തി 1931 കറാച്ചി സമ്മേളനം 1931. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. എഴുതണം. സർദാർ വല്ലഭായ് പട്ടേൽ. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. എഴുതിയോ? എങ്കിൽ അടുത്ത പോയിന്റ് അത് തന്നെ പ്രജിൻ, അത് തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച INC സമ്മേളനം. വ്യക്തമായിട്ട് എഴുതി വെച്ചോളൂ. ഓരോ പോയിന്റും ഓരോ ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച INC സമ്മേളനം. അതാണ് ഇത്. നോക്കൂ, ഓരോ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച INC സമ്മേളനം. കിട്ടിയോ? ഫൗസിയ പറഞ്ഞ ഒരു പോയിന്റ്, വെരി ഗുഡ്. അതുകൂടെ എഴുതണം. തൊട്ട് താഴെ മൗലികാവകാശങ്ങളെ സംബന്ധിച്ച പ്രമേയം പാസാക്കിയ INC സമ്മേളനം. അതുകൂടെ എഴുത്. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച പ്രമേയം പാസാക്കിയ INC സമ്മേളനം. അതന്നെ ഫ്ലാഗ് അംഗീകരിച്ച സമ്മേളനം. ഫ്ലാഗ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 47 ജൂലൈ 22. അത് മറക്കല്ലേ? അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, അതാരും മറക്കൂല. അപ്പൊ അത് ക്ലിയർ ആയോടോ? കറാച്ചി സമ്മേളനത്തിൽ എന്തൊക്കെ നിങ്ങൾ എഴുതി? ഒരു സമ്മേളനം എഴുതിയ ഉടനെ അധ്യക്ഷൻ എഴുതണം. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയെ അംഗീകരിച്ച INC സമ്മേളനം. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച പ്രമേയം പാസാക്കിയ INC സമ്മേളനം. ഓക്കെ ആണോ? അത്രയും കിട്ടിയോ? അത്രയും കിട്ടി. ഇനി നിങ്ങൾ എഴുതേണ്ടത് വീണ്ടും കൽക്കട്ട സമ്മേളനം. 1896. അടുത്തത് കൽക്കട്ട സമ്മേളനം 1896. അധ്യക്ഷൻ പറ. അധ്യക്ഷനാര്? റഹ്മത്തുള്ള സയാനി. അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. ക്ലിയർ ആയോ? ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നടോ? ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത ദേശീയ ഗീതം വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം. എഴുതി വയ്ക്ക്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം റഹ്മത്തുള്ള സയാനിയുടെ അധ്യക്ഷതയിൽ കൂടിയ 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് എന്ത് ആലപിക്കപ്പെട്ടത്? ആദ്യമായിട്ട് ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കപ്പെട്ടത്.
ഉടനെ താഴെ എഴുതിച്ചോളൂ. ആദ്യം ആലപിച്ചത് ടാഗോർ. നിങ്ങൾക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത്. ക്ലിയർ ആയോടോ? ക്ലിയർ ആയോ? ഇത്രയും സമ്മേളനം 1, 2, 3, 4 സമ്മേളനം പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയും. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ്? മനസ്സിലായോടോ? ഇത് ജസീല ഒന്നുകൂടെ പറയാം. കൽക്കട്ട സമ്മേളനം 1896 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനിയാണ്. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനമാണ്. ആദ്യം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇത്ര ഞാൻ പറഞ്ഞോളൂ. ഓക്കെ ഷിജിന പെർഫെക്റ്റ്. ഓക്കെ മണിയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണ്. പെർഫെക്റ്റ്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഷൈനി വന്ദേ മാതരം ആലപിക്കാൻ വേണ്ട സമയം 65 സെക്കൻഡ് ആണ്. 65 സെക്കൻഡ് കേട്ടോ. 65 സെക്കൻഡ്. ഓക്കെ കിട്ടിയോടോ? ഇത്രയും കിട്ടിയോ? ഇനി ഞാൻ ഒരു സമ്മേളനം കൂടെ പറയാം. കൽക്കട്ട സമ്മേളനം തന്നെയാണ് അതും. ആയിരത്തി 1901 കൽക്കട്ട സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? ദിൻഷാ ഇ വാച്ച. അധ്യക്ഷൻ എഴുതി വെക്കണം. ദിൻഷാ ഇ വാച്ച. ഇതിന്റെ പ്രത്യേകത എന്താണ്? 1901 കൽക്കട്ട സമ്മേളനം. ദിൻഷാ ഇ വാച്ച ദേശീയ ഗീതമായ വന്ദേ മാതരം രണ്ടാമത് ആലപിച്ച സമ്മേളനം. ദേശീയ ഗീതമായ വന്ദേ മാതരം രണ്ടാമത് ആലപിച്ച സമ്മേളനം. പിന്നെ ഒന്നുകൂടി ഓർക്കണം. എന്താണ്? ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം. അതുകൂടെ ഓർമ്മിച്ചു. ഗാന്ധിജി 52 സെക്കൻഡ് ജനഗണമനയാണ്. അതാണോ ചോദിച്ചത്? അതാണെങ്കിൽ 52. ഞാൻ നേരത്തെ എന്നോട് ചോദിച്ചത് ദേശീയ ഗീതം എന്നുള്ള സെൻസിലാണ് ഞാൻ പറഞ്ഞത്. അതാണ്, അങ്ങനെയാണ് ഞാൻ കണ്ടത്. അതാണ് 65 എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങോട്ട് മാറിപ്പോരുത് കേട്ടോ. അതൊക്കെ നമ്മളൊരു ചാർട്ട് രൂപേണ വ്യക്തമായി പഠിച്ചതാണ്. ഓർത്തോളൂ. ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനം. ഓക്കെ ക്ലിയർ ആയി? 5 സമ്മേളനങ്ങൾ നോക്കൂ. നമ്മൾ വിപുലമായിട്ട് ഹിസ്റ്ററി പഠിക്കും പോലെ ഒന്നും പോയില്ല. പക്ഷെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ദേശീയതയിലെ നമ്മുടെ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഉറപ്പാണ് ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. ക്ലിയർ ആയോടോ? ഇത്രയും ക്ലിയർ ആയോ? വിദ്യ ഒൺസ് മോർ. എന്താണ് ഒൺസ് മോർ എന്ന് പറഞ്ഞ് മനസ്സിലായില്ല? എന്താണ് ഒൺസ് മോർ? ഞാൻ എല്ലാം കൂടെ ഓടിച്ചൊന്ന് പറയാം. ഒറ്റ പ്രാവശ്യം പറയാം. ലാഹോർ സമ്മേളനം 1929. അധ്യക്ഷൻ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനം. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ സമ്മേളനം. ഉയർത്തിയത് നെഹ്റു തന്നെയാണ്. ഓക്കെ ആണല്ലോ? 1991 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ BN ധർ. എന്താ പ്രത്യേകത? ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം. ആലപിച്ചതാര്? സരളാദേവി ചൗധരാണി. വിട്ടേക്കൂ. കറാച്ചി സമ്മേളനം 1931. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയെ അംഗീകരിച്ച INC സമ്മേളനം. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച പ്രമേയം പാസാക്കിയ INC സമ്മേളനം. ഓക്കെ ഇവിടെ കൽക്കട്ട സമ്മേളനം 1896. അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം. ആലപിച്ച വ്യക്തി ആര്? രവീന്ദ്രനാഥ ടാഗോർ. 1901 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷനാര്? DE വാച്ച, ദിൻഷാ ഇ വാച്ച. ഈ പ്രത്യേകത എന്താണ്? ദേശീയ ഗീതമായ വന്ദേ മാതരം രണ്ടാമതായി ആലപിച്ച സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം. ഓക്കെ ആണല്ലോ? ഓക്കെ
ക്ലിയർ ആയോ? എങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നാളെയും കൂടെ ഞാൻ വന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. നാളെയും കൂടെ ഞാൻ വരും കേട്ടോ. ഇതിന്റെ ബാലൻസും ഈ ചോദ്യത്തിലെ റിനൈസൻസിന്റെ അത് കുറച്ചേ ഉള്ളൂ, അതും കൂടെ നാളെ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. പിന്നെ പേടിക്കണ്ട, 2 ദിവസം ഞാൻ വരില്ല, പേടിക്കണ്ട കേട്ടോ. അപ്പൊ നാളെയും കൂടെ വന്ന് നമുക്ക് ഇതും കൂടി ഒന്ന് പിന്നെ ഇത് ബാക്കി ഇതുപോലെയുള്ള ചില ചോദ്യങ്ങളുണ്ട്, അതുകൂടെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഈ ചോദ്യ പേപ്പറിലുള്ള റിനൈസൻസിന്റെ ചോദ്യങ്ങളൂടെ ആകുമ്പോൾ നാളെ ക്ലിയർ ആകാം കേട്ടോ. എന്നിട്ട് നമുക്ക് പരീക്ഷ ഏതാണ്ടൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കും. മെയിൻ ടോപ്പിക്ക് 1 by 1 ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ എടുത്തു പോകും. ഓക്കെ ആണല്ലോ? അപ്പൊ നന്നായി പഠിച്ചുകൊണ്ട് വരിക, എല്ലാവരും നന്നായി പഠിച്ചു മുന്നേറുക. ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഇന്നത്തെ ക്ലാസ് വളരെ സജീവമാക്കി തന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.